ന്യൂസ് വൺ മോർണിംഗ് തുടരുന്നു. ബാല്യകാല സഖി എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ്. സിനിമയുടെ സംവിധായകൻ പ്രമോദ് പയ്യന്നൂരാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം പ്രമോദ്, ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. നമസ്കാരം. ബാല്യകാല സഖി എന്ന് പറഞ്ഞ മലയാളത്തിലെ തന്നെ എഴുത്തിന്റെ സുൽത്താന്റെ ഒരു രചനയാണ്. ആ ഒരു സൃഷ്ടിയെ ഒരു സിനിമയാക്കാനുള്ള ശ്രമം എന്ന് വെച്ചാൽ അത് ശ്രമകരമാണ്. എങ്ങനെയാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? അറിയാം, പ്രമോദ് ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വെച്ചിട്ട് നാടകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. എങ്കിലും ഒരു സിനിമ എന്നുള്ള ആശയത്തിലേക്കും അതും ബാല്യകാല സഖി തന്നെ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഒരു നാടക സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ മലയാളത്തിലെ ലിറ്ററേച്ചറിൻ്റെ രംഗഭാഷകൾ ഒരുക്കാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. അതിനുശേഷം ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കഥയായിട്ടുള്ള തങ്കം ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ബഷീറിനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബഷീറിനെ കുറിച്ച് നന്മയുടെ അപാരതീരം എന്നുള്ള ഒരു വലിയ മെഗാ ഷോ മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ബഷീറിയൻ കൃതികളും ബഷീറിയൻ ജീവിതവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരം ദൃശ്യഭാഷകൾ ചെയ്യാനുള്ള വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആണെന്ന് തോന്നുന്നു ബാല്യകാല സഖിയിലേക്ക് എത്തിയത്. നല്ല ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കഥകൾ, അത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ കൃതികളിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യഭാഷകൾ, അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരം ഒരുക്കുക എന്നുള്ളതിൻ്റെ തുടർച്ചയാണ് ബാല്യകാല സഖി എന്ന് തോന്നുന്നു. പ്രമോദ്, ഒരു പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു കൃതി, അന്നത്തെ സാമൂഹ്യ സാഹചര്യം, അന്നത്തെ നോവൽ അല്ലെങ്കിൽ എഴുത്ത്, സാഹിത്യം തുടങ്ങിയ ആ ഭാവുകത്വ പരിണാമം, ഇതെല്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചലച്ചിത്രാവിഷ്കാരം വരുമ്പോൾ അത് അതേപടി ആവിഷ്കരിക്കുക എന്നത് ശ്രമകരമായിരിക്കും. അതിൻ്റെ വ്യാഖ്യാനവും ഒരു ചലച്ചിത്രം എന്ന നിലയ്ക്ക്, നാടകം എന്ന നിലയ്ക്ക് രംഗഭാഷയിൽ ചില വായനകളൊക്കെ സാധ്യമാവും. പക്ഷെ സിനിമയിൽ എത്രമാത്രം അത് സാധ്യമാവും? ഇത് അതേപോലെ പകർത്തുകയാണോ ചെയ്യുന്നത്? ഒരു കൃതിയെ നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ ദൃശ്യ സാധ്യതകളെയാണ് പരമാവധി ഉപയോഗപ്പെടുത്തുന്നത്. ബാല്യകാല സഖിയെ സമീപിച്ചപ്പോൾ അതിന് കൃത്യമായിട്ട് ആ കൃതിയോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കഥയോട്, കാലഘട്ടത്തോട്, ജീവിത പരിസരങ്ങളോട്, ബഷീർ ജീവിച്ച നാട്ടുഭാഷയോട്, തലയോലപ്പറമ്പിൻ്റെ നാട്ടുഭാഷയാണ് ബാല്യകാല സഖിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു 4 വർഷത്തെ പഠനവും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബഷീറിയൻ കൃതികൾ, ബഷീറിൻ്റെ ജീവിതത്തിനൊപ്പം നടന്നവർ, അവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് പ്രാവശ്യം തിരക്കഥയിലൂടെ മുന്നോട്ട് പോയി പിന്നെ സ്റ്റോറി ബോർഡ് ചെയ്ത് ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ബാല്യകാല സഖി ചെയ്തത്. നാടകത്തിൻ്റെ വ്യാകരണമുണ്ട്, മിനി സ്ക്രീനിൻ്റെ വ്യാകരണമുണ്ട്, അതുപോലെ തന്നെ ചലച്ചിത്രത്തിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വ്യാകരണം ഉണ്ട് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അതിനുശേഷം നാടകത്തിലും ദൃശ്യമാധ്യമ രംഗത്തും പിന്നെ സിനിമയിൽ ശിവൻ സാറിൻ്റെ കൂടെയും ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ രഞ്ജിത്തേട്ടൻ്റെ കൂടെ പാലേരി മാണിക്യത്തിലും സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം അനുഭവ പരിചയങ്ങളുടെ വെളിച്ചത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയെ വളരെ ആദരവോടു കൂടിയിട്ട് സമീപിക്കുക, പുതിയ സാധ്യത, ചലച്ചിത്ര ഭാഷയുടെ പുതിയ ടേക്കിങ്സ്, അതിൻ്റെ വേ ഓഫ് അത് പറയുന്ന രീതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ അല്ലെങ്കിൽ മലയാളത്തിലെ രചനകൾ സിനിമയാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും കണ്ടിട്ടുണ്ട്. മതിലുകൾ പോലെ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള വലിയ സംവിധായകരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം വീണ്ടും അതിനു മുമ്പും ഒരുപാട് പേരുടെ കൃതികൾ സിനിമയാക്കിയിട്ടുണ്ട്. നാടകത്തേക്കാൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററിയേക്കാൾ കുറച്ചുകൂടി ജനകീയമാണ് സിനിമ. അത് തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്, പ്രത്യേകിച്ച് ആ കഥയോട് നീതി പുലർത്തുക എന്നുള്ള കാര്യം. അതിന് എത്രമാത്രം സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു? ഇനി എങ്ങനെയാണ് അതിലെ ഒരു പ്രതീക്ഷ? ആ കൃതി പല ആവർത്തി വായിക്കുക, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ പല ആവർത്തി വായിച്ചെടുക്കുക, ടെക്സ്ച്വൽ ഇമേജ് എങ്ങനെയാണ് വിഷ്വൽ ഇമേജിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അത് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ വളരെ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തി വന്നിട്ടുള്ളത്. പിന്നെ
ബഷീറിൻ്റെ മറ്റ് കൃതികളിലുള്ള കഥാപാത്രങ്ങൾ, ജനപ്രിയരായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ബാല്യകാല സഖിയിൽ കഥാപാത്രങ്ങളായിട്ട് വിരുന്നെത്തുന്നുണ്ട്. മജീദിൻ്റെ ഗ്രാമീണരായിട്ട് ഇതിൽ വരുന്നത് ഉണ്ടക്കണ്ണൻ അന്ത്രവും, ഒറ്റക്കണ്ണൻ പോക്കരും, മണ്ടം മുത്തപ്പയും, എട്ടുകാലി മമ്മൂഞ്ഞും, പൊൻകുരിശ് തോമയും, മാനവാരി രാമനായരും ഒക്കെയാണ്. കാരണം വേറൊന്നുമല്ല, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മാംശമുള്ള കഥയാണ് ബാല്യകാല സഖി. ഞാൻ തന്നെയാണ് മജീദ്, ഞാനും യാത്ര തിരിച്ചിട്ടുണ്ട്. ബാല്യകാല സഖിയിലെ മജീദിൻ്റെ അനുഭവങ്ങളുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലും അനുഭവക്കുറിപ്പുകളിലും ഒക്കെ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാല്യകാല സഖിയെ സമീപിക്കുമ്പോൾ മജീദിൻ്റെ ഗ്രാമം എന്നുള്ളത് ബഷീറിൻ്റെ കഥകളിലെ കഥാപ്രപഞ്ചത്തിലെ സ്ഥലത്തെ പ്രധാനികളൊക്കെ ഗ്രാമീണരായിട്ട് വിരുന്നെത്തുന്ന രീതിയിലാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, വൈക്കം മുഹമ്മദ് ബഷീർ ഈ കൃതി എഴുതുന്നത് കൽക്കത്തയിൽ വെച്ചിട്ടാണ്. കൽക്കത്തയിലെ ലോവർ ചിറ്റ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഇടുങ്ങിയ വാടക കെട്ടിടത്തിന് അകത്ത് ഇരുന്നിട്ടാണ് ബഷീർ ഇംഗ്ലീഷിൽ ബാല്യകാല സഖി ആദ്യമായിട്ട് എഴുതുന്നത്. ആ നോട്ട് പുസ്തകം നോക്കുമ്പോൾ നമുക്കറിയാം, നോട്ട് പുസ്തകത്തിൻ്റെ പുറത്ത് മദ്രാശിയിൽ നിന്ന് വാങ്ങിച്ച നോട്ട് പുസ്തകമാണെന്നുള്ള രീതിയിലുള്ള പ്രിൻ്റുണ്ട്. അപ്പം ആദ്യം അങ്ങനെ എഴുതിയ ഒരു കൃതി, കൽക്കത്തയിൽ വെച്ച് എഴുതിയ കൃതി. അതുകൊണ്ട് തന്നെ മജീദ് നാട് വിട്ടു പോകുന്നത്, അദ്ദേഹം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ജീവിതം അനുഷ്ഠിക്കാൻ വേണ്ടി പോകുന്ന മഹാനഗരം എന്നുള്ള രീതിയിൽ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് കൽക്കത്തയിലാണ്. അപ്പോൾ കൽക്കത്തയിലുള്ള ഒരു 10-20 ദിവസത്തോളമുള്ള ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ബാല്യകാല സഖിയിലെ കുട്ടിക്കാലവും മറ്റു കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. 2 ഋതുക്കളിലാണ് സിനിമ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ മഴക്കാലവും മാമ്പഴക്കാലവും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൽക്കത്തയിലെ വേനൽക്കാലമാണ്. ഈ 2 ഋതുക്കളിലൂടെ ആണ് ബാല്യകാല സഖി സഞ്ചരിക്കുന്നത്. കഥയിലെ എല്ലാ സിറ്റുവേഷൻസും മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കൂട്ടായ്മയുടെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ ക്യാമറമാൻ ഹരി നായർ, അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഛായാഗ്രാഹകനാണ്. ഒരുപാട് ഹിന്ദി സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഷട്ടർ പോലുള്ള മലയാള സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് ഹരിയേട്ടൻ. അതുപോലെ കലാസംവിധാന രംഗത്ത് സന്തോഷ് രാമൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ ബിജിബാല്, എഡിറ്റിംഗ് മനോജ് കണ്ണോത്ത്, ഇവരൊക്കെ ഓരോ രംഗത്ത് അതാത് രീതിയിൽ അവരുടെ ടാലൻറ്റ് തെളിയിച്ച ആൾക്കാരാണ്. ഇതിനൊക്കെ അപ്പുറത്ത് പാട്ടിൻ്റെ രംഗത്തും രാഘവ മാഷെ പോലുള്ള പ്രതിഭകളുടെ സാന്നിധ്യവും അനുഗ്രഹവും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ഷഹബാസ് അമൻ പാട്ട് ചെയ്തിട്ടുണ്ട്. പാടിയവരും എഴുതിയവരും ഒക്കെ രീതിയിൽ അടയാളപ്പെടുത്തിയ ആൾക്കാരാണ്. ഇത്തരം രീതികളിലൂടെ ബഷീറിനുള്ള ഒരു ആദരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബാല്യകാല സഖി ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യസാധ്യതകൾക്ക് വേണ്ടിയിട്ട് ബഷീറിയൻ കൃതികളുടെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ സിനിമയിലേക്ക് വിരുന്നെത്തിയിട്ടുണ്ട്. പ്രമോദിന് ബഷീർ എപ്പോഴും ഒരു അത്ഭുതമാണ് എന്ന് തോന്നുന്നു. നിരന്തരം ബഷീറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ബഷീറിൻ കൃതികൾ വെച്ചുകൊണ്ടുള്ള വർക്കുകൾ. എന്തുകൊണ്ട് ബഷീർ? ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ BA മലയാളം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അതിനുശേഷമാണ് മറ്റ് അതിൻ്റെ ദൃശ്യകലകളെക്കുറിച്ചിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ പോയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള രീതിയിലുള്ള അന്വേഷണമായിരുന്നു ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും കൂടുതൽ സമീപിച്ചിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാപ്രതിഭയെയാണ്. കാരണം എനിക്ക് തോന്നുന്നു, ജീവിതത്തെ ഇത്രയും നേരായി പച്ചയായി അടയാളപ്പെടുത്തിയ സാഹിത്യകാരന്മാർ ലോക സാഹിത്യത്തിൽ തന്നെ കുറവാണ്. നമുക്കറിയാം, ബാല്യകാല സഖിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ 18ഓളം ലോക ഭാഷകളിലേക്ക് ബാല്യകാല സഖി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കൃതി അത്രത്തോളം വായിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്രയും ആസ്വാദകർ അതിനുണ്ട്. അത് ജീവിതത്തിൻ്റെ നേരിനെ എവിടെയൊക്കെയോ തൊടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇക്കാര്യം അറിയിക്കുന്നത്. ബഷീറിനെ നമ്മൾ വായിക്കുമ്പോൾ അതിലെ ജീവിതാവസ്ഥകൾ, സാധാരണ മനുഷ്യരുടെ വേവലാതികൾ, പ്രണയം, ദുഃഖം, പ്രതീക്ഷകൾ, പ്രത്യാശകൾ, ഇതെല്ലാം കൃത്യമായിട്ട് ബഷീർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ഏത് കണ്ണീരിലും ചിരി കാണുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം അതുപോലുള്ള ഒരു എഴുത്തുകാരൻ്റെ കൃതിയെ സമീപിക്കുമ്പോൾ ദൃശ്യഭാഷയിൽ അതിനടുത്ത് എത്താനുള്ള ശ്രമം വളരെ ആത്മാർത്ഥമായിട്ട് നടത്താൻ കഴിയും. അപ്പം അങ്ങനെ നമ്മുടെ ചലച്ചിത്ര ഭാഷയെ, അത് ഏത് വിഷ്വൽ ലാംഗ്വേജ് ആയാലും അതിനെ കുറേ കൂടി ഔന്നിത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്ന് തോന്നുന്നു. ബഷീറിനെ ഇതിനു മുമ്പേ സമീപിച്ചപ്പോഴൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും, സൗഹൃദങ്ങളുടെ ഭാഗത്തു നിന്നും, ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ അഭിനന്ദനമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ബഷീറിനോടുള്ള എൻ്റെ ആദരവ് കൂടുന്നതേ ഉള്ളൂ. ഇനിയും കൂടുതൽ നന്നായി ബഷീറിയൻ കൃതികളെ സമീപിക്കണം. അത് വളരെ നന്നായി ചലച്ചിത്രത്തിലായാലും മറ്റ് രംഗഭാഷകളിലായാലും ആവിഷ്കരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വലിയ ആഗ്രഹം. ബഷീറിൻ്റെ കുട്ടിക്കാലമാണ് മജീദിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അതുപോലെ മറ്റൊരു വൈക്കംകാരനാണ് മമ്മൂട്ടിയാണ് ഇതിൽ നായകനായിട്ട് മജീദിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെമ്പ് എന്നുള്ള സ്ഥലത്താണ് മമ്മൂക്കയുടെ വീട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സമീപ പ്രദേശമാണ് തലോലപ്പറമ്പും ചെമ്പും വൈക്കവും ഒക്കെ എന്നുള്ള സ്ഥലം. അപ്പം അവിടെ നിന്നും വരുന്ന ഒരു മഹാപ്രതിഭ എന്നുള്ള രീതിയിൽ മമ്മൂക്കയെ ഈ ക്യാരക്ടർ ചെയ്യാൻ ലഭിച്ചത് വലിയ സൗഭാഗ്യമാണ്. മമ്മൂക്ക ഇതിലെ നാട്ടുഭാഷ വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവിത പരിസരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മമ്മൂക്ക മജീദായിട്ട് മാത്രമല്ല ഇതിൽ വരുന്നത്, മമ്മൂക്ക മജീദിൻ്റെ വാപ്പയായിട്ടും ബാല്യകാല സഖിയിൽ ഉണ്ട്. അപ്പം ജീവിതത്തിൻ്റെ രണ്ട് അവസ്ഥകളെ കൃത്യമായി അദ്ദേഹത്തിലൂടെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല സഹകരണവും പ്രോത്സാഹനവും കഥാപാത്രത്തോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടുള്ള ചെയ്ത്തും ഒക്കെ കൊണ്ട് മമ്മൂക്ക നമ്മുടെ ബാല്യകാല സഖിയെ വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ അനുഗ്രഹവും തന്നിട്ടുണ്ട്. പ്രമോദിന്റെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ബഷീറിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ അതിനപ്പുറമായി ഏതെങ്കിലും ഒരു കഥ എടുത്ത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ വെറുതെ കഥ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ, അതിന് പിന്നിൽ ഒരുപാട് ഗവേഷണം ആവശ്യമുണ്ട്. എങ്ങനെയായിരുന്നു, എത്ര സമയമെടുത്തു ഇതിലേക്ക് എത്തുന്നത്, എങ്ങനെയായിരുന്നു ആ വഴികൾ? ഒരു 4 വർഷത്തെ പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് ചലച്ചിത്രമാക്കണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയപ്പോൾ ആദ്യം സമീപിക്കുന്നത് രാഘവ മാസ്റ്ററുടെ വീട്ടിലേക്കാണ്. തലശ്ശേരിയിൽ ശരവണത്തിൽ ഒരു ദിവസം വി ടി മുരളിയേട്ടനൊപ്പം നമ്മളവിടെ ചെല്ലുകയും രാഘവ മാസ്റ്ററോട് ഇതിലെ ബാല്യകാല സഖിയിൽ ബഷീർ പരാമർശിക്കുന്ന ഒരു വാമൊഴിപ്പാട്ടുണ്ട്, താമരപ്പൂങ്കാവനത്തിൽ എന്നുള്ള ഗാനം. അപ്പോൾ ഈ ഗാനത്തിൻ്റെ വരികൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് കെ ടി മുഹമ്മദ് ആ ഗാനത്തെ പൂർണ്ണമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ലിറിക്സുമായിട്ടാണ് രാഘവ മാസ്റ്ററെ സമീപിക്കുന്നത്. മാഷ് നമുക്കറിയാം ഒരുപാട് കാലം ചലച്ചിത്ര ഗാന രംഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. മാഷോട് നമ്മൾ ഈ കാര്യം അപേക്ഷിച്ചു. മാഷ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞു. ഒരു വലിയ വാത്സല്യവും അനുഗ്രഹവും ഒക്കെ പോലെ തന്നെ മാഷ് ഈ ഗാനത്തിന് ഈണം നൽകി, അതിൻ്റെ വരികൾക്ക് ഈണം നൽകി. അത് വളരെ മനോഹരമായിട്ട് ബാല്യകാല സഖിയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ കാലഘട്ടത്തിൻ്റെ നാട്ടുഭാഷ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ വേഷം, ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ 35ഓളം പുതിയ മുഖങ്ങൾ വരുന്നുണ്ട്. അത് രംഗകലകളിലും നാടകത്തിലുമൊക്കെയുള്ള ആൾക്കാരെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും 3 യൂണിവേഴ്സിറ്റികളുമായിട്ട് സഹകരിച്ചിട്ട് കേരളത്തിലും അതുപോലെ തന്നെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഗൾഫിലും ഓഡിഷൻ ടെസ്റ്റ് നടത്തി അവിടെ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ രൂപങ്ങളാണ്. നമ്മുടെ രൂപങ്ങളൊക്കെ, മലയാളിയുടെ രൂപമൊക്കെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ആഹാര രീതിയും ജീവിത രീതികളുമൊക്കെ ആയിട്ട് നമ്മുടെ രൂപങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ പഴയ തലമുറയുടെ രൂപങ്ങൾ, അതുപോലെ തന്നെ നന്നായി അഭിനയിക്കാൻ കഴിയുന്നവർ, സിനിമയിൽ എങ്ങനെ നേരായി എത്തിപ്പെടാൻ പറ്റും എന്ന് അറിയാതെ നിൽക്കുന്ന കഴിവുള്ള ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊരു തിയേറ്റർ ആക്ടിംഗ് ട്രെയിനിങ് ക്യാമ്പ് ആദ്യം വെക്കുകയും പിന്നെ അതിനെ തുടർന്ന് ചലച്ചിത്ര പഠന ക്യാമ്പ്, ചലച്ചിത്രത്തിൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ക്യാമ്പ് നടത്തി അവരെ ട്രെയിൻ ചെയ്യിച്ച് മുരളി മേനോൻ ചേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത്. അങ്ങനെ 10 ദിവസം ട്രെയിൻ ചെയ്തെടുത്തവർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ പഴയ കാലത്തിൻ്റെ സ്കെച്ചസ് എടുത്തു, പഴയ തലമുറയെ കണ്ടിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു, പഴയ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്തു, അത് സ്കെച്ച് ചെയ്തെടുത്തു. ഇതിൻ്റെ സ്റ്റോറി ബോർഡ് കൃത്യമായിട്ട് സീൻ വൈസ് ആയിട്ട് നമ്മുടെ സാങ്കേതിക രംഗത്തുള്ളവരുമായിട്ട് ഇരുന്നിട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ സെറ്റ് ഒരുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ കാലഘട്ടത്തോട് നീതി പുലർത്തണം, അതിൻ്റെ ചുറ്റുപാടുകൾ വേണം. അതിനുവേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട്. ഒടുവിൽ പെരുമ്പളം എന്ന് പറയുന്ന തുരുത്താണ് നമുക്ക് കൃത്യമായിട്ട് തോന്നിയത്, ബഷീർ പരാമർശിക്കുന്ന രീതിയിലുള്ള പ്രകൃതിയുമൊക്കെയുള്ളൊരു സ്ഥലം. അപ്പം അവിടെ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് സെറ്റ് ഒരുക്കിയിട്ടുള്ളത്. അത് വളരെ നാച്ചുറലായിട്ട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. സന്തോഷ് രാമനുമായിട്ട് ഇരുന്ന് അത് സ്കെച്ച് ചെയ്ത് കൃത്യമായി ഡിസ്കസ് ചെയ്ത് അദ്ദേഹം വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാലഘട്ടത്തെ കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം
സൂക്ഷ്മമായിട്ട് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമവും അധ്വാനവും ഒക്കെ ബാല്യകാല സഖിക്ക് പിന്നിലുണ്ട്. അതൊരു വലിയ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ഈ 4 വർഷം മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോരോ ആൾക്കാരെ കണ്ട്, തലയോലപ്പറമ്പിലായാലും അവിടുത്തെ നാട്ടുചന്തയിലൊക്കെ പോയി അവിടുത്തെ ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച്, പഴയ ആൾക്കാരെ കണ്ട് സംസാരിച്ച്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുജനെ കണ്ട് സംസാരിച്ച്, അതുപോലെ തന്നെ സാഹിത്യരംഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ബഷീർ കൃതികളെ കൃത്യമായി പഠിച്ച് ഒക്കെ ചെയ്യാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ബാല്യകാല സഖിക്ക് പിന്നിലുണ്ട്. മറ്റു കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും ആസ്വദിക്കേണ്ടതുമൊക്കെ പ്രേക്ഷകരാണ്. നീണ്ട ഒരുക്കങ്ങളുടെ, സൂക്ഷ്മമായ ഒരുക്കങ്ങളുടെ കഥയാണ് പ്രമോദ് പയ്യന്നൂർ വിശദീകരിച്ചത്. ഏതായാലും സിനിമ തിയേറ്ററിലെത്തുന്നു. നല്ല പ്രതികരണം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീ പ്രമോദ്.